തൃശൂരിലെ റിമാൻഡ് പ്രതി രേഷ് ബാബുവിന്റെ മരണം പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞത് മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖത്തെ മുറിവ് പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായതെന്ന് നിഗമനം. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ്. ലെവിൻ, എന്തായാലും പോലീസ് മർദ്ദനത്തിലല്ല മരണമുണ്ടായതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അതേസമയം തന്നെ ശരീരത്തിന് പുറകിലുണ്ടായിരുന്ന മുറിവുകൾ എങ്ങനെ ഉണ്ടായതെന്ന് പരിശോധിക്കും. കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളടക്കം പരിശോധനയ്ക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലിമിഷ, പോലീസ് മർദ്ദനത്തിലല്ല മരണമെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ടും ആന്തരിക പരിശോധനയും അടക്കം, ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും അടക്കം ഇനിയും നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഫോറൻസിക് സർജന്മാരുടെ നിഗമനത്തിൽ മർദ്ദനത്തിൽ പരിക്കുണ്ടായതാണോ എന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല. ആന്തരിക അവയവങ്ങൾ ഇതുവേണ്ടി പരിശോധനയ്ക്ക് അയക്കും. മരണകാരണം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതാണ് എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ മാറ്റമുണ്ടാവുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പ്ലേറ്റ്ലെറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. മുഖത്ത് മുറിവ് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്ന വിവരങ്ങളിലൊന്ന്. തലയിലെ ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നാണ് നിഗമനം. അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ തലയ്ക്കുള്ളിലെ നെർവുകൾ പൊട്ടി ആളുകൾക്ക് അപകടാവസ്ഥയിലാകാവുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും വേണമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇതിനോടകം തന്നെ രേഷ് ബാബുവിന്റെ കുടുംബവും CPIയും അടക്കമുള്ള സംഘടനകളും മുന്നോട്ട് വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാന പരാതി. ആ പരാതി അപ്പാടെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധ പരിപാടികൾക്ക് കൂടി CPM ആലോചിക്കുന്നുണ്ട്. നാളെ കമ്മീഷണർ ഓഫീസ് മാർച്ച് അടക്കമുള്ള നിലയിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു. ഒപ്പം നിയമസഭയിലും വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തുറന്നു കാട്ടുന്നതിന് വേണ്ടിയുള്ള സമീപനവും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ രേഷ് ബാബുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. നെന്മണിക്കരയിലെ വീട്ടിൽ നാളെ രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ മാസം 16-നാണ് തൃശൂർ നഗരത്തിൽ ശക്തൻ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഒരു മധ്യവയസ്കനെ ആക്രമിച്ചതിന്റെ പേരിൽ രേഷ് ബാബു അടക്കമുള്ള 4 പേർ കസ്റ്റഡിയിലാകുന്നത്. ഈ കേസിൽ ഇയാൾ പ്രതിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തി, 50% ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ അയാളെ റിമാൻഡിൽ ചെയ്തതോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഇത്തരത്തിൽ ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സാധാരണ മുഴുവൻ ആരോഗ്യാവസ്ഥയും മെച്ചപ്പെട്ട മനുഷ്യർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ തടവിലാക്കാൻ കഴിയുന്ന ജയിലുകളിലേക്ക് അയക്കുന്നത് തെറ്റായ നടപടിയാണ് എന്നുള്ള കാര്യവും പോലീസിനെതിരെ ബന്ധുക്കളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധനയും അന്വേഷണവും സമഗ്രമായ അന്വേഷണവും വേണമെന്നുള്ളതാണ് ആവശ്യം. ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ടാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്.